ഒരു ദിവസം നിങ്ങൾക്ക് കുറഞ്ഞതൊരു 3000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ഇലക്ട്രിക് സൈക്കിൾ റെൻ്റൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം, എന്താണ് ഇതിൻ്റെ നേട്ടം, പ്രോഫിറ്റ് എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, മുതലായ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയും. ഇപ്പോൾ പൊതുവെ സിറ്റികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. അതുപോലെ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്കും ലോക്കൽ ട്രാവലേഴ്സിനും ഒക്കെ അവരുടെ പണവും സമയവും ഒക്കെ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പുതിയ മാർഗ്ഗങ്ങൾ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇലക്ട്രിക് സ്കൂട്ടറോ ഇലക്ട്രിക് സൈക്കിളോ ഒക്കെ റെൻറ്റിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആദ്യം നിങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിരിക്കണം. ഒരു ടൂറിസ്റ്റ് മേഖലയോ അല്ലെങ്കിൽ സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമോ അല്ലെങ്കിൽ കോളേജ് പരിസരമോ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സ്ഥലം നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം കണ്ടെത്തുക. അതിനുശേഷം വേണ്ടത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം വാഹനങ്ങൾ എടുക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 5 ഇലക്ട്രിക് സൈക്കിളും 1, 2 അല്ലെങ്കിൽ 3 നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചായിരിക്കും അതിരിക്കുന്നത്. 3 ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ എടുക്കാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. അതുമല്ല 5 എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. ഇലക്ട്രിക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിളും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇലക്ട്രിക് സൈക്കിളിന് കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. ഇപ്പോൾ എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും ആവശ്യമായിട്ട് വരില്ല. ഒരാൾ റെൻറ്റിന് എടുത്തുകൊണ്ട് പോയാൽ തന്നെ അയാൾ വഴിയിലാകുമെന്നൊന്നുമില്ല. ഇപ്പോൾ വരുന്ന മിക്ക സ്കൂട്ടറുകളും 150 മുതൽ 200 കിലോമീറ്റർ വരെ മൈലേജൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ലോ സ്പീഡ് ഉണ്ട്, അതിന് ലൈസൻസ് ആവശ്യമില്ല. 25 കിലോമീറ്ററിലേക്ക് പോകുന്ന സ്കൂട്ടറുകളുണ്ട്, അതിന് ലൈസൻസ് ആവശ്യമില്ല. അപ്പോൾ ലൈസൻസ് ഇല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഹൈ സ്പീഡ് ഉണ്ട്, അതിന് ലൈസൻസ് ആവശ്യമാണ്. നിങ്ങൾ ആദ്യം ഇതിനൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ റെൻ്റൽ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത്ര മണിക്കൂറിന് ഇത്ര രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്കത് റെൻറ്റിന് കൊടുക്കാവുന്നതാണ്. വിനോദസഞ്ചാരികൾക്കും മറ്റ് വ്യക്തികൾക്കുമൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ സബ്സ്ക്രിപ്ഷൻ ബേസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സ്ഥിരം യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസോർട്ടുകളും ഹോട്ടലുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളൊരു ടൈപ്പ് വെച്ചതിന് ശേഷം ഒരു പാർട്ണർഷിപ്പ് രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂട്ടർ നിങ്ങൾക്ക് ദിവസം 300 രൂപ മുതൽ 700 രൂപ നിരക്കിൽ വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. അതതിൻ്റെ ദൂരവും സമയവും ഒക്കെ ആശ്രയിച്ചിരിക്കും. ഒരു സ്കൂട്ടറിൽ നിന്ന് തന്നെ മാസം നിങ്ങൾക്ക് 15,000 രൂപ മുതൽ 30,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു 5-10 സ്കൂട്ടറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വാഹനങ്ങൾ പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊരു GPS ട്രാക്കിംഗ് സിസ്റ്റം തീർച്ചയായിട്ടും സെറ്റ് ചെയ്യണം. KVC സുരക്ഷകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. ഇനി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള അനുമതികൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ആവശ്യമായ ലൈസൻസുകളെല്ലാം എടുത്തിരിക്കണം. RTOയുടെ ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. EV റെൻ്റൽ ബിസിനസ് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇൻഷുറൻസ് കവറേജ് വേണം. അങ്ങനെ എന്തൊക്കെ ലൈസൻസുകളാണോ ഇതിന് വേണ്ടത് അതെല്ലാം അന്വേഷിച്ചതിന് ശേഷം അതാത് ലൈസൻസുകൾ തീർച്ചയായിട്ടും എടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. പ്രധാനമായിട്ടും വിനോദസഞ്ചാര മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് റെൻറ്റിന് എടുക്കാൻ സാധ്യത. വിനോദസഞ്ചാരികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം ടാക്സി സർവീസുകൾക്കും കാറുകൾക്കും ഒക്കെ വളരെ വലിയ ചാർജാണുള്ളത്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറോ സൈക്കിളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. ഇപ്പോൾ ഈ ഒരു ചെറിയ സ്കൂട്ടർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സിറ്റിക്കകത്ത് ഏത് കാഴ്ചകളും പോയി കണ്ടുവരാൻ പറ്റും. ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരാൻ പറ്റും. ട്രാഫിക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കോളേജുകളിലും ഒക്കെ ധാരാളം ബാനറുകളൊക്കെ നിങ്ങൾ സ്ഥാപിക്കുക. നല്ലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിൽ നിങ്ങളുടെ ബുക്കിംഗ് സൗകര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഹോട്ടൽസും റിസോർട്ടും ഒക്കെ മുഖേന ഒരു ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾക്ക് നിങ്ങൾക്ക് നേരിട്ട് ഇത് കൊടുക്കാനും സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞ ഒരു യാത്രയായതുകൊണ്ടും സ്വന്തം ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് കൊണ്ടും തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾ ഇത് വളരെയധികം ഉപയോഗപ്രദമാക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിളിനും നിങ്ങൾക്ക് ഒരു ദിവസം മണിക്കൂറിന് 50 മുതൽ 200 വരെ വാടക ഈടാക്കാവുന്നതാണ്. 3000 മുതൽ 7000 രൂപ വരെയൊക്കെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് സൈക്കിളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. IT പാർക്കുകൾ എടുക്കുകയാണെങ്കിലും ടെക്നോ പാർക്ക് എടുക്കുകയാണെങ്കിലും ഇൻഫോ പാർക്ക് എടുക്കുകയാണെങ്കിലും അവിടെ ദിവസേനയുള്ള യാത്രക്കാർക്ക് ഒരു മികച്ച ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. നമ്മൾ നിങ്ങൾക്കൊരു ഐഡിയ തരിക മാത്രമാണ് ചെയ്യുന്നത്. ആ ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.